വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. ക്രഞ്ചി സിൽക്ക് ഫാബ്രിക്കിൽ വന്നേക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് ഇത്. നോക്കിയാൽ നല്ല ഫുൾ എംബ്രോയ്ഡറിയും കട്ട് വർക്ക്ഡ് പാറ്റേൺ ഒക്കെയാണ്. അതിൻ്റെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 4 കളർ ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ, അതുപോലെ ഒരു ടെറാക്കോട്ട, വൈൻ റെഡ്, ഒരു പിക്കോക്ക് ഗ്രീൻ, ഡാർക്ക് പിക്കോക്ക് ഗ്രീൻ, അങ്ങനെ 4 പൊളിയായിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ്. 1190 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഡീറ്റെയിൽസ് നോക്കാം. ഞാൻ ഇട്ടേക്കുന്ന കളർ സെയിം ആണ്, ബട്ട് ഞാൻ ഇട്ടേക്കുന്നത് ഇൻസി സിൽക്ക് എന്ന് പറഞ്ഞത് ഒരു 2 ടോൺ ഫാബ്രിക്കും, ഇത് ക്രഞ്ചി ഫാബ്രിക്കും ആണ്. ഓൾമോസ്റ്റ് വർക്ക് സെയിം ആണ്. ഇതിൽ ഒരു ഡിഫറെൻറ്റ് എംബ്രോയ്ഡറിയും കട്ട് വർക്കും ആണ്. ഇതിലും കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും ആണ്. ചെറിയൊരു ഡിസൈനിൽ ചെറിയ വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ഫാബ്രിക് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇത് ക്രഞ്ചി ഫാബ്രിക് ആണ്, ക്രഞ്ചി സിൽക്ക് ഫാബ്രിക്കിലാണ് കൊടുത്തേക്കുക. ഓൺ ഡിസൈൻ 2.6 ആണ് ടോപ്പിൻ്റെ ലെങ്ത്. ഇതുപോലെ യോക്ക് പോർഷൻ ഫുള്ളും കട്ട് വർക്കും എംബ്രോയ്ഡറി ഫ്ലവർ വർക്കും ചെയ്തേക്കുന്നു. ഇങ്ങനെ വരും. അതിൻ്റെ ടോപ്പ് വന്നിട്ട് ദുപ്പട്ട വരുമ്പം ഇതുപോലെ സെൽഫ് കളറിൽ തന്നെയാണ് സ്കാലപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ എംബ്രോയ്ഡറി മോട്ടീവ്സ് ചെറുതായിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കുന്നു. 2.4 ദുപ്പട്ടയ്ക്ക് ലെങ്ത് ഉണ്ട്. ബോട്ടം സാൻഡൂൺ ഫാബ്രിക്കിൽ. ഈ ഒരു കളർ വന്നിരിക്കുന്നത് നല്ലൊരു വൈൻ റെഡ് ആണ്. ഇതിലെ കളേഴ്സ് എല്ലാം നല്ല ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. നല്ല കളർ ഷെയ്ഡ്സ്, നമുക്ക് പെട്ടെന്ന് അട്രാക്ഷൻ തോന്നുന്ന പോലത്തെ കളർ ഷെയ്ഡ്സ് ആണ് കൊടുത്തേക്കുന്നത്. നല്ല ലെങ്തും വിട്ടിലും ഒക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നല്ല കട്ട് വർക്ക് ഡിസൈൻ, സെയിം കളർ സെയിം പാറ്റേണിൽ തന്നെ വരും ദുപ്പട്ട. ജസ്റ്റ് ഇനി കളേഴ്സ് നോക്കിയാൽ മതി. ക്രഞ്ചി സിൽക്ക് വളരെ ഫസ്റ്റ് മൂവിങ് ടൈപ്പ് ഫാബ്രിക് ആണ്. ഒരുപാട് ഡിസൈൻസിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഫാബ്രിക് ആണ്. അതായത് നമ്മൾ സെൽഫ് കളർ എംബ്രോയ്ഡറി ഒക്കെ കൂടുതലും വരുന്നത് പ്ലാറ്റിനം സിൽക്ക്, ക്രഞ്ചി ഫാബ്രിക്, അങ്ങനത്തെ സൈസ് ഫാബ്രിക് ആയിരുന്നു. അങ്ങനെ വരുന്നൊരു ഫാബ്രിക്കാണിത്. ഇതുണ്ട്, ഇങ്ങനെ വരും ഇതിൻ്റെ ഓവറോൾ ലുക്ക്. ഇത് ഡാർക്ക് പീകോക്ക് ഗ്രീൻ ആണ്. ഈ കളർ ഗ്രീൻ വരുമ്പോൾ എപ്പോഴും വീഡിയോയിൽ ബ്ലൂ ആയിട്ടേ വരുള്ളൂ. അപ്പം ബ്ലൂ അല്ല, ഇത് പീകോക്ക് ഗ്രീൻ കളർ ഷെയ്ഡിലാണ് വരുന്നത്. ഓൺ ഡിസൈൻ നല്ല ലെങ്തും വിട്ടും ഒക്കെ വരുന്ന ഫാബ്രിക് ആണ്. വണ്ണമുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം. ആൻഡ് ലെങ്ത് നമ്മുടെ ഓൺ ഡിസൈൻസിൽ വരുന്ന എല്ലാ മെറ്റീരിയൽസും സ്റ്റിച്ച് ചെയ്ത് വരുമ്പം 50-51 ലെങ്ത് കിട്ടും. അതായത് നല്ല പൊക്കമുള്ളവരെ സംബന്ധിച്ച് ലെങ്ത് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഓൺ ഡിസൈൻസിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി. മാർക്കറ്റിൽ 2.35 ലെങ്തേ മാർക്കറ്റ് ഡിസൈൻ വരുള്ളൂ. നമ്മുടെ ഓൺ ഡിസൈൻസ് നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതുകൊണ്ടാണ് ലെങ്ത് നല്ല കൂടുതലായിരിക്കും ടോപ്പിനും ദുപ്പട്ടയ്ക്കും. ഇതാണ് എൻ്റെ ഓവറോൾ ആയിട്ടുള്ള ലുക്ക് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ട് സെൽഫ് ടോണിൽ തന്നെ സ്കാലപ്പ് ഫിനിഷ്ഡ് ബോർഡർ, ചെറിയ ചെറിയ വർക്ക്സ് ഓൾ ഓവർ. 1190 ആണ് പ്രൈസ് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ലാസ്റ്റ് കളർ ഈ ഒരു ഗോൾഡൻ ബ്രൗണിൻ്റെ പോലെ നിൽക്കുന്ന ഷെയ്ഡാണ്. ഗോൾഡൻ ബ്രൗൺ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു യെല്ലോടെ ഹൈലൈറ്റും കൂടെ വരുന്ന നല്ലൊരു കളർ ഷെയ്ഡാണ് വരുന്നത്. ഇത് വേണമെങ്കിൽ ചെറിയതായിട്ട് പക്ക യെല്ലോ അല്ല, ഹൽദി ഫങ്ഷൻസിന് മാത്രമല്ലാതെ വേണമെങ്കിൽ അത് വെഡ്ഡിങ് ബേസ്ഡ് ആയിട്ടുള്ള ഫങ്ഷൻ അല്ലാതെ നമുക്കൊരു കാഷ്വൽ ഫോമിലും എപ്പോഴൊക്കെ യൂസ് ചെയ്യണം വേണമെങ്കിൽ ഇങ്ങനെയുള്ള കളർ സെലക്ട് ചെയ്താൽ നമുക്ക് മൾട്ടിപ്പിൾ യൂസസ് ആയിരിക്കും. പല ഫങ്ഷൻസിന് വേണമെങ്കിലും യൂസ് ചെയ്യും. അങ്ങനത്തെ ഒരു കളർ ഷെയ്ഡാണ് ഇത് വരുന്നത്. ക്രഞ്ചി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ടോപ്പ് ദുപ്പട്ട ഫുള്ളി എംബ്രോയ്ഡറി പാറ്റേൺ. ആൻഡ് ടോപ്പിൽ വരുമ്പോൾ നല്ല ഹെവി ആയിട്ട് കട്ട് വർക്ക് ഡിസൈൻസും കൂടെ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ഫാബ്രിക് ആണ്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വാഷ് ചെയ്യാം. നോർമൽ വാഷോ മെഷീൻ വാഷോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കും ആണ്. ആൻഡ് യൂസ് ചെയ്യാനും വളരെ കംഫർട്ടാണ്. അധികം ചൂടൊന്നും എടുക്കാത്ത നല്ല ഫാബ്രിക് ആണ്. ഇത്രയും കളേഴ്സേ ഉള്ളൂ. താങ്ക് യു.